ഈശോയിലെ നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇരിഞ്ഞാലക്കുട രൂപതയുടെ നല്ലിടയനായിട്ടുള്ള ബഹുമാനപ്പെട്ട പോളി കണ്ണുകാടൻ പിതാവേ, പെരിയ ബഹുമാനപ്പെട്ട ജനറാളച്ചന്മാരെ, വിശ്വാസ പരിശീലനത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന റിജോയച്ചനും ഷിബുവച്ചനും അടങ്ങുന്ന രൂപതയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ടീമംഗങ്ങളെ, സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഞാനേറെ സ്നേഹിക്കുന്ന, ഒരുപാട് കടപ്പാടോടും കൃതജ്ഞതയോടും കൂടെ ഒന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായ വിശ്വാസ പരിശീലനത്തിൽ കരം കൊടുക്കുന്ന, കരുത്തു പകരുന്ന എൻ്റെ വാത്സല്യമുള്ള വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരങ്ങളെ, ഒരുപാട് ആനന്ദത്തോടും അതിലേറെ ആത്മസംതൃപ്തിയോടും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊത്ത് ഈ തിരുബലിയിലെ സന്നിഹിതനാകുന്നത്. എത്രയോ അർത്ഥവത്തായിട്ടൊരു കൂടിവരവാണിത്. നമുക്ക് കരുതാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ, സഭയ്ക്ക് കരുത്തു പകരുന്ന ഒരു കൂട്ടായ്മയുടെ കൂടിവരവാണ്. മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. നിറഞ്ഞ കണ്ണുകളോടെ, തുടിക്കുന്ന ഹൃദയത്തോടെ പ്രിയപ്പെട്ട മതാധ്യാപകരെ, സഭയുടെ നാമത്തിൽ താങ്ക് യു വെരി മച്ച്. ഞാനൊരു വൈദികനായിട്ട് 44 കൊല്ലങ്ങൾ പൂർത്തിയായി. എൻ്റെ വൈദിക ജീവിതത്തിലെ ഞാൻ വല്ലപ്പോഴൊക്കെ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുഹൂർത്തമുണ്ട്. ഞാൻ തൃശ്ശൂരിലെ പുത്തൻപള്ളി ഇടവക്കാരനാണ്, ബസിലിക്ക പള്ളി ഇടവക്കാരനാണ്, ടൗൺകാരനാണ്, ടൗണിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് വൈദികനാകണമെന്ന് മനസ്സിൽ കൊച്ചു ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ 10 പിള്ളേരാണ്. എൻ്റെ അമ്മ എന്നെ മാത്രമേ അൾത്താരയിലെ ശുശ്രൂഷയ്ക്ക് വിട്ടിട്ടുള്ളൂ, ബാക്കി ആരെയും വിട്ടിട്ടില്ല. ഞാനിത് പറഞ്ഞത് അമ്മയ്ക്ക് എൻ്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവധിക്കാലത്ത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചൊരു മതാധ്യാപകൻ, അദ്ദേഹം ഇന്ന് വലിയൊരു ഡോക്ടറാണ്, അദ്ദേഹം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രായാധിക്യമൊക്കെ ഉണ്ട്, പക്ഷെ പ്രഗത്ഭനായിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരു ഭിഷഗ്വരനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞടാ, ഈ അവധിക്കാലത്ത് നിനക്ക് വായിക്കാൻ ഞാനൊരു പുസ്തകം തരാം. ആ പുസ്തകത്തിൻ്റെ പേര് അവനും അവൾക്കും അത് സാധിച്ചുവെങ്കിൽ നിനക്കും അത് സാധിക്കും. ഞാൻ വളരെ കൗതുകത്തോടുകൂടി ആ പുസ്തകം വായിച്ചു. അത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു ജീവചരിത്രമാണ്. ചിത്രകഥകളൊക്കെ ഉണ്ടതിൽ. ഞാനത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവൾക്കും അവനും അത് കഴിഞ്ഞെങ്കിൽ നിനക്കും
അത് കഴിയും. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, പള്ളിയിൽ വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു, അമ്മയും കേട്ടില്ലേ, ദൈവവിളിയുടെ ക്യാമ്പ് നടക്കുന്നുണ്ട്, എനിക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒരു ചക്കരമുത്തൊക്കെ തന്നിട്ട് പറഞ്ഞു, നീ അവിടെ ഒറ്റയ്ക്ക് 4 ദിവസം നിൽക്കുമോ? എനിക്ക് പേടിയുണ്ട്, നീ വീട് വിട്ട് അങ്ങനെ പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പൊക്കോളാം. ഞാൻ പോയി. ഇന്ന് 44 വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ പൗരോഹിത്യം ഞാൻ സ്വീകരിച്ചിട്ട്. പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സാഹചര്യങ്ങൾ എന്നെ തേടി വന്നിട്ടുണ്ട്, കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, തമ്പുരാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ഏൽപ്പിച്ച ഏത് ദൗത്യമാണെങ്കിലും, എത്ര പ്രതിസന്ധികൾ നിറഞ്ഞ കടലാണെങ്കിലും, കാലുകുഴയാതെ കൈ തളരാതെ നീന്തിക്കടക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടത് മെയ് മാസം 13-ാം തീയതിയാണ്. നമ്മുടെ സീനിയറായിട്ടുള്ള എല്ലാ ബിഷപ്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാർപ്പാപ്പ ഞങ്ങളെ സ്വീകരിച്ച ശേഷം നമ്മുടെ സഭയെക്കുറിച്ചിട്ട് 4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. നിങ്ങളുടെ സഭയുടെ ശക്തി നിങ്ങളുടെ പള്ളിക്കൂടങ്ങളല്ല, നിങ്ങളുടെ കോളേജുകളല്ല, നിങ്ങളുടെ ആതുരാലയങ്ങളല്ല, നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളല്ല. നിങ്ങളുടെ സഭയുടെ ശക്തിയുടെ പവർ പോയിന്റ് 1, നിങ്ങളുടെ കുടുംബങ്ങളിലെ മുടക്കാതെ നടത്തുന്ന കുടുംബ പ്രാർത്ഥന. ഞങ്ങളുടെ വീട്ടിലാകെ കൂടെ കുടുംബ പ്രാർത്ഥന മുടക്കുന്ന ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ, ദുഃഖ വെള്ളിയാഴ്ച. അപ്പം അന്ന് മുഴുവൻ രാവിലെ തൊട്ട് രാത്രി ആകണ വരെ പള്ളി നിരങ്ങി നടക്കണം. നമ്മൾ അമ്മയോട് കുസൃതി ചോദ്യമായിട്ട് ചൊല്ലും, അമ്മേ ഇന്ന് കുടുംബ പ്രാർത്ഥനയാണ്. അപ്പം അമ്മ പറയുന്നു, വേണ്ടടാ, കർത്താവ് മരിച്ചു കിടക്കല്ലേ, നാളെ ഉയർത്ത ശേഷം നമുക്ക് ചൊല്ലാം. അമ്മയുടെ ഒരു സാധാരണ പാവപ്പെട്ട അടുക്കള പെണ്ണിൻ്റെ വ്യാഖ്യാനമാണ്. പക്ഷെ മനോഹരമാണത്. നമ്മൾ ഇന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോനെ. നമുക്ക് ഉയർപ്പിൻ്റെ പെരുന്നാളിന് ഒരുങ്ങാം. നമ്മുടെ കുടുംബ പ്രാർത്ഥന ഒരു നിസ്സാര വിശ്വാസ പരിശീലനമല്ലെന്ന് നമ്മൾ മറക്കാതെ ഓർക്കണം. നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പവർ ബാങ്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ്. ആ കുടുംബ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് അനുദിന ബലിയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഇരിഞ്ഞാലക്കുട രൂപത തൃശ്ശൂരിൽ നിന്ന് മുറിച്ചതാണ്. അതിപ്പോൾ 4 കഷ്ണമായിട്ട് മുറിഞ്ഞു. ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. അതിലെ നടുനുറുക്കാണ് ഇരിഞ്ഞാലക്കുട. ഏറ്റവും ഗുണമേന്മയുള്ള, ഏറ്റവും വിശ്വാസതീഷ്ണതയുള്ള, ഏറ്റവും കൂടുതൽ ആഴമായ കാഴ്ചപ്പാടുകളുള്ള ദൈവജനത്തിൻ്റെ കൂടിവരവിൻ്റെ ഇടമാണ് ഇരിഞ്ഞാലക്കുട രൂപത. നമ്മുടെ എല്ലാ വിശുദ്ധന്മാരും ഇരിഞ്ഞാലക്കുട എന്നാണ് വന്നേക്കണേ. ഇപ്രാവശ്യം അടങ്ങിയിരിക്കുന്നത് ഉല്ലൂരാണെങ്കിലും ജനനഗോൾഡ് ഇരിഞ്ഞാലക്കുടക്കാരുത്തിയാണ്. ഇപ്രാവശ്യമ്മ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. മറിയന്ത്രേസ്യാമ്മ നിങ്ങളുടെ തന്നെയാണ്, നമ്മുടെ എന്ന് പറയാം. ജോൺ ഊക്കനച്ചൻ, ആൻ്റണി തച്ചുപറമ്പിലച്ചൻ, വിശുദ്ധന്മാരെ പ്രസവിക്കുന്നതിന് ഒരു ലോപവുമില്ലാതെ
പ്രവർത്തിച്ച ഒരു അമ്മയുടെ പേരാണ് ഇരിഞ്ഞാലക്കുട രൂപത. ഈ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഏറ്റവും വലിയ പരിശീലനത്തിൻ്റെ പഠനക്കളരിയാണ് നമ്മുടെ വിശ്വാസ പരിശീലന രംഗം. നിങ്ങളത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിൽ എനിക്കൊരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. നമ്മളെല്ലാ രൂപതകളിലും ഇത് നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ വിട്ട് ഒരു എക്സ്ട്രാ മൈൽ ഭംഗിയാക്കുന്നതിൽ ഇരിഞ്ഞാലക്കുട രൂപത എന്നും ദൂരക്കാഴ്ചയും കഠിനാധ്വാനവും ആത്മസമർപ്പണവും നടത്തുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. സഭയുടെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് A+ സർട്ടിഫിക്കറ്റ് ഒപ്പിടുകയാണ്. ഇന്നത്തെ വായനകളൊക്കെ എത്ര ശ്രദ്ധേയമാണ് മക്കളെ. ഇന്നത്തെ ആദ്യത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 തുടങ്ങിയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ദീർഘമായിട്ടുള്ളൊരു വായനയാണത്. അതിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ കർത്താവിനെ പ്രതിഷ്ഠിക്കേണ്ടത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ രൂപങ്ങളിലല്ല. കർത്താവിനെ നീ പ്രതിഷ്ഠിക്കേണ്ടത് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൽപ്പനകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടുമാണ്. ഞാൻ പറയും, മതബോധനമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കൽപ്പനകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതും അത് ഒരു കുറവ് കൂടാതെ നിർവഹിക്കുന്നതുമാണ്. ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മതബോധനം നമ്മുടെ ക്ലാസ് മുറിയിൽ അധ്യാപനം മാത്രമല്ല, അത് കുട്ടികളുടെ തലയ്ക്കകത്തേക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ അതിന് ഒരു അക്കാഡമിക് ലാബാണത്. അതിനൊരു ലൈഫ് ലാബ് ആക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ ചിട്ടകളാണ്, നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകളാണ്, നമ്മുടെ കുടുംബങ്ങളിലെ ചില നിലപാടുകളാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, തൃശ്ശൂർ ഭാഗത്ത് വെള്ളിയാഴ്ചകളാകുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ഭിക്ഷക്കാർ, കൂടുതൽ കുഷ്ഠരോഗിയില്ലെന്ന് കുഷ്ഠരോഗം ഇല്ല, കുഷ്ഠരോഗം ഇറാഡിക്കേറ്റഡ് ആണ്. സഭയുടെ പങ്ക് വളരെ വലുതാണതിൽ. അന്ന് ഈ പാവപ്പെട്ട ഭിക്ഷ തേടി വരുന്നവർ വീടുകളിലെ പടിക്കലെത്തി അവരെ പാത്രം കൊണ്ട് കിളുക്കുമ്പോൾ അമ്മ ഒരു പാത്രത്തിൽ അരി തരും, മോനെ അത് കൊണ്ടുപോയി കൊടുക്ക്. ഒരുപക്ഷെ മതബോധനത്തിൻ്റെ പഠനക്കളരി നമ്മുടെ കുടുംബങ്ങളിലെ ഈ പാരമ്പര്യമാണ്. ഒരു വൈദികനെ കാണുമ്പോൾ നമ്മൾ ചാടി എഴുന്നേൽക്കും. എന്നിട്ട് ആ വൈദികനെ നോക്കിയിട്ട് പറയും, ഈശോ മിശിഹായ്ക്ക്. മതബോധനത്തിൻ്റെ സുഗന്ധമാണത്. മറിയം കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ തല്ലിപ്പൊട്ടിച്ച കുപ്പി ആ ഭവനം മുഴുവൻ പരിമളം പരത്തി. ഒരു വൈദികനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മതബോധനം തലയ്ക്കകത്തേക്ക് കുത്തിവെക്കുന്ന അറിവിൻ്റെ പട്ടികയല്ല, അറിവ് തിരിച്ചറിവാക്കാനുള്ള നമ്മുടെ പരിശീലനത്തിൻ്റെ പ്രാരംഭക്കളരിയാണ്. അതുകൊണ്ട് ഞാൻ മതാധ്യാപകരോടൊക്കെ പറയും, നമ്മുടെ മതബോധനം വിജയിക്കണമെങ്കിൽ നമ്മുടെ മതബോധനത്തിന് വേണ്ടത് ആൾബലമല്ല, ജീവിതത്തിൻ്റെ ചിട്ടയായ മാതൃകയുടെ ബലമാണ്. ഞാൻ തൃശ്ശൂരിൽ മദർ തെരേസ വന്നപ്പോൾ മദറിൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. 1,00,000 ആളുണ്ടായിരുന്നു. മദർ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മൈ വോയിസ് ഈസ് വെരി ഫീബിൾ, പ്ലീസ് ഡു ഗിവ് ആഡഡ് കോഷൻ. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീ ലുക്ക് ടു മൈ ഫേസ്, ഐ വിൽ റിപ്പീറ്റ്. ഞാൻ മദറിനോട് പറഞ്ഞു, മദറെ ചുണ്ടനെങ്കിൽ ഞാൻ തർജ്ജമ ചെയ്യും.
മദർ പേടിക്കണ്ട. മദർ സംസാരിച്ച് ഞാൻ തർജ്ജമയ്ക്ക് ചെന്നപ്പോൾ ജനം പറഞ്ഞൊരു വാചകമുണ്ട്, ആച്ഛൻ ശല്യം മാറ്റിയേ ഈ പ്രസംഗത്തിന് തർജ്ജമ വേണ്ട. തർജ്ജമ കൂടാതെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ജീവിതത്തിൻ്റെ പാഠാവലിയാണ് മതബോധനം. വ്യാഖ്യാനം കൂടാതെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ ശൈലി. അതുകൊണ്ട് മതബോധനം ഒരു അക്കാഡമിക് ആക്ടിവിറ്റി എന്നതിനേക്കാൾ മതബോധനം ഒരു ജീവിത ചര്യയുടെ കുപ്പി പൊട്ടിച്ചൊഴിച്ചതിൻ്റെ സുഗന്ധ തൈലമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട രണ്ടാമത്തെ വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. വളരെ മനോഹരമാണിത്. ദർശനത്തിൽ യഹോവയായ കർത്താവ് എസെക്കിയേലിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ആ ചുരുള് ഭക്ഷിക്കുക. ദൈവവചനം എഴുതിയ ചുരുളാണ്. എസെക്കിയേലിന് അത്ഭുതം തോന്നി. എങ്ങനെ ഇത് ഭക്ഷിക്കാൻ സാധിക്കും? കർത്താവേ, നീ പറയുന്നത് ഞാൻ എങ്ങനെ ചെയ്യും? ഉടനെ തന്നെ കർത്താവ് പറഞ്ഞു, നീ ആ ചുരുളിലേക്ക് നോക്കുക. അത് നിനക്ക് നൽകുന്ന അറിവ് വജ്രത്തേക്കാൾ വിലപ്പെട്ടതാണ്. ആ അറിവ് നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വടക്ക് നോക്കി യന്ത്രമാണ്. അത് സുഗന്ധതൈലത്തിൻ്റെ പരിമളമാണ്. എൻ്റെ സ്നേഹമുള്ള മതാധ്യാപകരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ മതബോധനം കൂടുതൽ അക്കാഡമിക്കായിട്ട് സങ്കീർണമാകും തോറും നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് ഈ ജീവിത മാതൃകകളാണ്. ഈ ജീവിത മാതൃകകൾ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്നത്തെ ലേഖനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 5 തുടങ്ങി 15 വരെയുള്ള വചനങ്ങളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലന്റെ ആണ്. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് മുകളിലോട്ട് കയറുക അവനെ താഴോട്ടിറക്കാൻ? ആരാണ് മുകളിലോട്ട് കയറുക അവനെ താഴോട്ട് ഇറക്കാൻ? അവനെ താഴോട്ടിറക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് താഴോട്ടിറങ്ങി വന്ന് ആവസിച്ച കോവണിയാണ് മറിയം. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണിത്. നന്മ നിറഞ്ഞവളെ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, അവന് നീ ഈശോ എന്ന് പേരിടണം. മറിയത്തിൻ്റെ മനസ്സിലെ വലിയ തീക്കുണ്ട ഉണ്ടായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിനൊന്നും മതാധ്യാപകരും മതബോധന വിഭാഗവും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മതബോധനം ചിട്ടയാകുന്നതും കൃത്യമാകുന്നതും കൂടുതൽ സങ്കീർണമാകുന്നതും ആവശ്യമാണ്. പക്ഷെ മതബോധനം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവമാകണമെങ്കിൽ മതബോധകര് ജീവിതം കൊണ്ട് സംസാരിക്കുന്നവനാണ്. ഞാൻ ചിലപ്പോഴും പറയാറുണ്ട്, അനുദിന ബലി പ്രധാനപ്പെട്ടതാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ക്ലാസ് എടുത്താൽ നടക്കും. പക്ഷേ നമ്മുടെ കുട്ടികൾ മതാധ്യാപകര്
എന്നും കുർബാനയ്ക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എന്നും കുർബാനയ്ക്ക് പോകാത്തൊരു മതാധ്യാപകൻ, സൗകര്യക്കുറവുകൾ കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോകുന്നൊരു മതാധ്യാപകൻ അനുദിന കുർബാനയിൽ പങ്കെടുക്കേണ്ടതിനെ കുറിച്ച് പുഷ്പത്തെ കയറി പ്രസംഗിച്ചാലും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയും, മതബോധനം ബോധനമാണ്. ആ ബോധനത്തിൻ്റെ പ്രൈമറി ടൂള് ജീവിതത്തിൻ്റെ മനോഹാരിതയാണ്. ദ ബ്യൂട്ടി ഓഫ് യുവർ ലൈഫ്. മറിയം മദർ തെരേസയുടെ പ്രസംഗത്തിന് തർജ്ജമ വേണ്ടെന്ന് അവർ പറഞ്ഞ് സത്യമാണ്. ഞങ്ങൾക്ക് തർജ്ജമയില്ലാത്തത് മനസ്സിലാകുന്നുണ്ട്. ഇംഗ്ലീഷ് മനസ്സിലായത് കൊണ്ടല്ല, അവർ മുറിച്ചത് വാക്കുകളല്ല, അവർ മുറിച്ചത്. അതുകൊണ്ടാണ് കുർബാന പ്രധാനപ്പെട്ടതാകുന്നത്. വൈദികൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഈ അപ്പം എന്തായി മാറുന്നു? ഈശോയുടെ ശരീരവും. മതബോധനം ശരീരരക്തങ്ങളിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ പരിക്രിയയാണ്. നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങൾ നോക്കുന്ന കണ്ണാടി നിങ്ങളുടെ ജീവിതമാകുന്ന കണ്ണാടിയാണ്. നിങ്ങളുടെ ജീവിതമാകുന്ന കണ്ണാടിയിൽ ഇത് കാണാതെ വരുമ്പോൾ അവർക്ക് സങ്കടമുണ്ട്, അവർക്ക് സംഘർഷമുണ്ട്. ഞാനതുകൊണ്ട് പറയും, നമുക്ക് മതബോധനം ജീവിതത്തിൻ്റെ വ്യാഖ്യാനമാക്കി പറയാൻ കഴിയട്ടെ. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ച് കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 60 തുടങ്ങി 69 വരെയുള്ള വചനങ്ങളാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണത്. കർത്താവ് പ്രസംഗിച്ചപ്പോൾ അവൻ്റെ വാക്കുകൾ അസാധ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ധാരാളം ജനക്കൂട്ടം അവനെ വിട്ടുപോയി, അവരവനെ ഉപേക്ഷിച്ചു പോയി. കർത്താവ് ആ ഉപേക്ഷിച്ചു പോയതിനെ കുറിച്ചിട്ട് സങ്കടപ്പെട്ടില്ല. കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലേ? പത്രോസാണ്, പാവം പത്രോസാണ് മറുപടി പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നീയാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. മതബോധനത്തിൻ്റെ യഥാർത്ഥ മാനസാന്തരം ഇതാണ്. ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നീയാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. സ്നേഹമുള്ള എൻ്റെ മതാധ്യാപകരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ രൂപതയിലെ മതബോധനം എന്നും മനോഹരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് പാഠപുസ്തകങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ആകണം. പക്ഷെ പാഠപുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ മതാധ്യാപകർക്ക് കഴിയണം. മതാധ്യാപകരോട് എനിക്ക് പറയാനൊരാഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് മതാധ്യാപകർക്ക് ഇന്ന് ഒരുപാട് അംഗീകാരം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിലൊക്കെ അപ്പോയിൻമെൻ്റൊക്കെ വരുമ്പോൾ മതാധ്യാപകരെ പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. അത് എല്ലാ രൂപതകളിലും ഉണ്ട്. പക്ഷെ ഞാൻ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്, വേക്കൻസി പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ. ഞാൻ പറയും, അത്തരത്തിലുള്ള റിവാർഡുകളിലൂടെ മതബോധനം മനോഹരമാക്കാൻ നമുക്ക് കഴിയില്ല. നല്ല മനസ്സുള്ളവരെ സന്തോഷത്തോടുകൂടെ നടത്തുന്ന സ്വയം സമർപ്പണമാണ്, ജീവിതത്തിൻ്റെ അർപ്പണമാണ് മതബോധനത്തിന്
ഏറ്റവും കൂടുതൽ ആവശ്യം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകുക, എല്ലാവരോടും സുവിശേഷം അറിയിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മതാധ്യാപകരോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ വിശ്വാസ പരിശീലനമാണ് ഏറ്റവും മൗലികമായിട്ടുള്ള സുവിശേഷ പ്രഘോഷണം. ഏറ്റവും മൗലികമായിട്ടുള്ള സുവിശേഷ പ്രഘോഷണമാണിത്. നിങ്ങൾ മതാധ്യാപകർ ഓരോ ഞായറാഴ്ചകളിലും നടത്തുന്നത് കർത്താവിൻ്റെ വചനത്തിൻ്റെ വിത്ത് കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് എറിയുന്നതാണ്. അത് വഴി വീഴാൻ പാടില്ല, അത് കൽപ്പുറത്ത് വീഴാൻ പാടില്ല, അത് മുൾച്ചെടികളിൽ വീഴാൻ പാടില്ല. അത് നല്ല നിലത്ത് വീഴുന്ന വിധത്തിൽ എറിയാനുള്ള സൂക്ഷ്മത നമുക്കുണ്ടാകട്ടെ. ജീവിതത്തിൻ്റെ സാക്ഷ്യം കൂടാത്ത മതബോധനം അത് ഒരു അധരവ്യായാമമാണ്, അതൊരു ഹൃദയത്തിൻ്റെ കൈമാറ്റമല്ല. മതാധ്യാപകരെ സഭയെ സ്നേഹിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ മതാധ്യാപകരോട് പറയാറുണ്ട്, സഭ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല മക്കളെ. സഭ പൂർണ്ണതയിലേക്കുള്ള വഴിയിലാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ കുറവുകൾ നിങ്ങൾ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളാരും കരുതരുത്. സഭയുടെ കുറവുകൾ പരിഹരിക്കേണ്ടത് നമ്മുടെ തന്നെ കാഴ്ചപ്പാടുകൾ കൊണ്ടും കാഴ്ചയർപ്പണം കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ മതാധ്യാപകരെയും സഭയുടെ പ്രവർത്തനങ്ങളിലുള്ള കുറവുകളെക്കുറിച്ച് പരസ്യമായിട്ട് സംസാരിക്കുന്ന ഒരിടത്തും അങ്ങനെയുള്ളവരെ കാണാറില്ല. എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നിങ്ങൾ പടുത്തുയർത്തുന്നത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. ഒരു വൈദികൻ ഒരു ഇടവകയെ പടുത്തുയർത്തുന്നതിലെ നിങ്ങൾ കൂട്ടുപങ്കാളികളാണ്, നിങ്ങൾ കൂട്ടുവേലക്കാരാണ്. ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ പള്ളി പണിക്ക് മെത്രാനിച്ചൻ കല്ലിട്ട് പോകും, പക്ഷെ കല്ല് ചുമക്കുന്നതും മണ്ണരിക്കുന്നതും സ്റ്റേജിൽ കയറി അല്ലെങ്കിൽ തട്ടത്തിൽ കയറി അതിന് പണി പൂർത്തിയാക്കുന്നത്. ഞാൻ പറയും, ഞങ്ങളുടെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ഭവനം പടുത്തുയർത്തലാണ്. ആ പടുത്തുയർത്തലെ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുവേലക്കാരും കൂട്ടുപങ്കാളികളുമാണ്. നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ കാരണമാകട്ടെ. ദൈവം വചനം കേൾക്കുന്നവരെ മാത്രമാകാതെ ദൈവവചനം പാലിക്കുന്നവരാകുക എന്ന് അപ്പസ്തോലനായ പൗലോസ് പറയുന്നുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്നവരല്ല, ദൈവവചനം പഠിപ്പിക്കുന്നത് ജീവിതം കൊണ്ട് തെളിയിക്കുന്നവരായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള സഭയുടെ കടപ്പാട് തമ്പുരാൻ്റെ മുൻപിൽ പരസ്യമായിട്ട് ഏറ്റുപറയുകയാണ്. ഈ കുർബാന ഞാൻ അർപ്പിക്കുന്നത് നമ്മുടെ രൂപതയിലെ എല്ലാ മതാധ്യാപകർക്കും ഈ മതബോധന കേന്ദ്രത്തിലൂടെ ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ രൂപത ചെയ്യുന്ന വലിയ സുവിശേഷ വേലയ്ക്ക് കർത്താവിൻ്റെ കൃപയും കരുത്തും കാരുണ്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടത് മറിയത്തിൻ്റെ തിടുക്കമാണ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ പറയുന്നത് 3 കാര്യങ്ങളാണ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയത്തിന് അറിയിപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു സപ്ലിമെൻ്ററി കിട്ടി. നിന്റെ ഇളയമ്മയായ എലിശബ ഗർഭവതിയാണ്. ഉണ്ണിയെ ഗർഭത്തിൽ സ്വീകരിച്ച മറിയം പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് ലൂക്ക പറയുന്നുണ്ട്. അവൾക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. തിടുക്കമുള്ളവരാകണം സഭ. മതാധ്യാപകരോടൊക്കെ എനിക്ക് പറയാനുണ്ട്, നമുക്കൊരു തിടുക്കമുണ്ടാകണം. 2, അവൾ പോയത് സമനിലത്തു കൂടിയല്ല, അവൾ പോയത് മലമ്പ്രദേശത്തോടു കൂടിയിട്ടാണ്. മതബോധനം
മലമ്പ്രദേശത്തോടു കൂടിയുള്ള ഒരു തീർത്ഥാടനമാണ്. അവള് എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചു. യോഹന്നാൻ്റെ ജനനം വരെ ഇളയമ്മയോടൊപ്പം താമസിച്ചു. നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. നിങ്ങൾ ഞായറാഴ്ച വന്ന് ക്ലാസ്സിൽ പാഠം പഠിപ്പിച്ച് പോകുന്നതാണ്, ശരിയാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗമിക്കണം, അവരുടെ കുടുംബങ്ങളെ നിങ്ങൾ അനുഗമിക്കണം. അവരോട് നിങ്ങൾക്കുള്ള ഇഷ്ടം അവരോട് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. തിടുക്കമുള്ള മറിയം, മലമ്പ്രദേശങ്ങളിൽ ചവിട്ടിക്കയറിയ മറിയം, എലിസബത്തിൻ്റെ കുഞ്ഞിൻ്റെ ജനനം വരെ, സ്നാപകൻ്റെ ജനനം വരെ അവളോടൊത്ത് വസിച്ച മറിയം. നമ്മുടെ വിശ്വാസ പരിശീലനം ഈ ശുശ്രൂഷകളുടെ ആകത്തുകയാകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഒരിക്കൽ കൂടി ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ വിശ്വാസ പരിശീലന ശുശ്രൂഷയ്ക്ക് സഭയ്ക്കുള്ള വലിയ കടപ്പാടും അവസാനിക്കാത്ത കൃതജ്ഞതയും നേതൃത്വം നൽകുന്ന പോളിപ്പിതാവിനും ജനറാളച്ചന്മാർക്കും ഫൊറോന വികാരിച്ചന്മാർക്കും മതബോധന ഡയറക്ടർമാർക്കും എല്ലാ വൈദികർക്കും കൈക്കാരന്മാർക്കും എല്ലാറ്റിലുപരി മതാധ്യാപകർക്കും സഭയുടെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.